بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദന്മാർ, റായത്തെ നേതാക്കന്മാർ, നല്ലവരായ മോമിനീങ്ങൾ, മോമിനാത്തുകൾ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മജ്ലിസ് അള്ളാഹു ഖബൂൽ ചെയ്യുകയും മരണസമയത്ത് ആഖിബത്ത് നന്നായി മരിക്കുന്ന യഥാർത്ഥ മോമിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതിനുള്ള കാരണം ഈ മജ്ലിസ് അള്ളാഹു ആക്കി തീർക്കട്ടെ. ബഹുമാനമുള്ള മോമിനീങ്ങളെ, ആൾ കുറച്ച് കുറവുണ്ടാകും. കാരണം എല്ലാവരും ലീവൊക്കെ ഉള്ള സമയമാണ്. അപ്പുറം ഇപ്പുറം കുടുംബങ്ങളുമായി പല ബന്ധങ്ങളൊക്കെ പുലർത്താനുള്ള ഒരു അവസരമാണ്. മദർസയും സ്കൂളും ഒക്കെ ലീവ് കിട്ടുമ്പോൾ അതിനുള്ള ഒരു അവസരം, നല്ല അഭിപ്രായമാണ്, നല്ല കൂലിയുള്ള കാര്യവും കൂടിയാണ്. അതുകൊണ്ടാണ് മുത്തഅല്ലിമീങ്ങളെ ദർസ് ഒരാഴ്ച കൂടി ലേട്ടാക്കിയത്. കാരണം ഉമ്മമാരെല്ലാം ഭക്ഷണം കൊടുത്തിട്ട് ഒരു ലീവില്ലാത്ത നിൽക്കണം. ഒരു മുത്തഅല്ലിം ഒരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോകുമ്പോൾ യഥാർത്ഥത്തിൽ അത് വലിയൊരു ഇതാണ്. എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. കുട്ടിക്ക് ചോറുണ്ട്, മുത്തഅല്ലിമിന് ചോറ് കൊടുക്കണം എന്ന നിലക്കുള്ള ഒരു ചിന്ത ഉമ്മമാരെ ഖൽബിലുണ്ടാകുമ്പോൾ ഒരു നീണ്ട യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പെട്ടെന്ന് പോയിട്ടല്ല വരും. അല്ലാതെ അൽഹംദുലില്ലാ ഇപ്പോൾ നമ്മളെ മുത്തഅല്ലിമീങ്ങൾക്കും റജയാണ്. പോകുന്ന സ്ഥലത്തല്ല പോവാ എന്നുള്ളൊരു തീരുമാനത്തിലുള്ള ഒരുക്കത്തിലാണ്. അള്ളാഹു എല്ലാം ബർക്കത്തിലാക്കി തീർക്കട്ടെ. കുടുംബം ബന്ധം ചേർക്കൽ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ ബഹുമാനങ്ങളും മഹത്വങ്ങളൊക്കെ പറഞ്ഞതാണ്. അള്ളാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വിഷയം ചൊല്ലുകയില്ല, കണ്ടത് എന്തെങ്കിലും ഒന്ന് ചൊല്ലണമല്ലേ. കണ്ടത് ചെല്ലേക്ക്, കാരണം സീക്ക് കണ്ടിട്ടാകുമ്പോൾ മറന്നു കൊടുക്കരുത്. അതായിട്ട് പല കിട്ടരുത്. എന്തരമാ ആയത്ത്, എന്തരമാ ഹദീസ്, എന്തെല്ലാം ഓതിയിട്ട് അർത്ഥവെച്ചിട്ട് ചെമ്മനാണ് ഉറുദി ചെന്നിട്ടുണ്ടെന്ന് കാര്യമില്ല. സീക്ക് എന്തിനെ കണ്ടിട്ട് ഞങ്ങിപ്പോൾ പോയിട്ട് ഞങ്ങൾ ഒരു ഡാക്ടറെ മുട്ട പോണ്ട, പോയിട്ടാകുമ്പോഴത്തും ഞങ്ങൾക്ക് തലകുത്തുറും ചെല്ലു. അവൻ തൻ്റെ എന്തിനെ കൊണ്ട് കാല് വലിക്ക് മറന്നു തന്നെങ്കിൽ എന്തിനാക്കും പറഞ്ഞ കാല് വലിക്ക് മറന്നു തന്നെങ്കിൽ നിങ്ങൾ എന്തിനു ചെല്ലണം, ഉണക്ക് പീരാന്തരം ചെല്ലുവാർ എന്നതുപോലെ ഞങ്ങൾക്ക് ഞങ്ങൾ എന്തിനെ കാണ്ട് അതായിട്ട് കിട്ടും. ഞങ്ങ എന്തിനെ കണ്ടിട്ടും നിങ്ങളോട്ട് എന്തിനെ കാണ്ട് തപ്പു അതിരെ സൂചനാക്കി അതിരെ ഗൗരവ ചെല്ലുക എന്നുള്ളതായിട്ട് വളരെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അള്ളാഹു തആല നല്ലത് പഠിക്കുകയും കേൾക്കുകയും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. മാഷാ അള്ളാഹ്. ഒന്ന് എന്തിനു ചെന്നെങ്കിൽ ഈ ദിക്റിന്റെ മജ്ലിസിൽ വന്നെങ്കിൽ, സ്വലാത്തിൻ്റെ മജ്ലിസിൽ വന്നെങ്കിൽ നമുക്കൊരു ആവേശം വേണം. ആവേശം ചെന്നെങ്കിൽ എന്തിനു വന്നിട്ടുണ്ടാ ഒരു ഇൻട്രസ്റ്റ്. ആവേശം നക്കിനിക്കല്ലേ എന്തിനു ആവേശം ചെല്ലുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാ. എൻ്റെ ഭാഷ മലയാളം. നക്കി നിങ്ങളോട്ട് കൂടിയിട്ട് മാത്രം നക്കി നിൽക്ക്. എന്തിന് ആവേശം എൻ്റെ ചെല്ലുമോ ഒരു ഇളക്ക. ഇത് ഇങ്ങനെ ഒരു എറുതിരെ പാല് കുടിച്ചാൽ, എറുതുക്ക് പാലില്ലല്ലേ, എരുമയുടെ പാല് കുടിച്ചങ്ങളെ പോലെ ഇങ്ങനെ തൂങ്ങിയോണ്ട് അഞ്ഞ മതിൽക്ക് ചാരിയോണ്ട് ഇതെല്ലാം ആയെങ്കിൽ അതൊക്കെ ഒരു വലിയ ലസ്സത്തില്ല. ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടും ചെന്നല്ലേ, ചിലപ്പോൾ ആക്കിയെങ്കിൽ ഇന്നെങ്കിലും ഇതിനകത്തേക്കുള്ള പരിഹാരം കണ്ട. കാരണം ഒരു ആവേശം ചെന്നെങ്കിൽ നിങ്ങൾ ആലോചനാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്തിൻ്റെ മജ്ലിസ് ഉദാഹരണം നിങ്ങൾ മനസ്സിലാക്കും. 4 ഒരു പ്രതിഭട്ടനം ഉണ്ട്. എവിടെ? ഉപ്പിനങ്ങാടി അല്ലെങ്കിൽ കല്ലേരിൽ. അവിടെ പോയിട്ട് സിന്ദാബാദ് സിന്ദാബാദ് എന്നിട്ട് ആരും മെല്ലെ ചെല്ലാറാ. അവിടെ ആരും മെല്ലെ ചെല്ലാറ്. വലിച്ച ഉണക്ക് എത്ര സൗണ്ട് ഉണ്ട് അത്ര ചെല്ല. അതായിട്ട് ആവേശം. ഒരു സലാത്തിൻ്റെ മജ്ലിസിൽ വന്നുമ്പോൾ ഒരു ദിക്ർ ചൊല്ലും. യജമാനനായ റബ്ബുടെ ദിക്റല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള സലാത്തല്ലേ. അങ്ങനെ വലിയ ആവേശത്തിലുള്ള ഒരു ഇളക്ക ഞങ്ങൾക്ക് വേണു. അതായിട്ട് ഞങ്ങളെ ഇബാദത്തുക്കുള്ള ഏറ്റവും വലിയ ഒരു കബൂലിയത്ത്. ഇത് വേണ്ടേ പള്ളിയിൽ വന്നിട്ട് ഒരു മൂലയ്ക്ക് തേക്കിടെ, അത് നടുനോമ്പൽ തങ്ങളെ പോലെ തേക്കിടെ, കമ്പത്തേക്ക് ചാരിയിട്ട് തേക്കിടെ, എപ്പോഴൊക്കെ തീർന്നില്ല കാക്കടെ. ഇതെല്ലാം ഞങ്ങളെ ആവേശമല്ല. ഞങ്ങളൊരു ആവേശം ചെന്നെങ്കിൽ ഉദാഹരണം ഒരു പള്ളിക്ക് പറയുമ്പോമേ ഞാനിത് ഇമാം ജമാഅത്തേക്ക് പോകണ്ടേ, സ്വലാത്തേക്ക് പോകണ്ടേ, അവിടെ പോയിട്ട് ഒരു അങ്ങാടിൽ ബിസിയാക്കടെ, മോരിയിൽ തേക്കിടെ, അവിടെ പ്രസിഡന്റ് സെക്രട്ടറി അങ്ങോട്ട് പോയിട്ട് പൽക്കാർ. ഇതെല്ലാം ഞങ്ങൾ എന്തല്ല ഒരു ഇബാദത്തിൻ്റെ സെറ്റപ്പല്ല. നീ എന്തിനെ ഉദ്ദേശിച്ചിട്ട് വന്നരേ ആ ബർത്തിൽ നീ പള്ളിയിൽ വന്നിട്ട് തേക്കണം. എവിടത്തോളം ചെന്നെങ്കിൽ നാച്ചല്ലേ എന്തെങ്കിലും അനാവശ്യമായിട്ട് കാരണം ഇല്ലെങ്കിൽ നിൻ്റെ റൂമ് പോലും പറവ് തീരാ. എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മെഹ്റാജിന്റെ രാത്രിയിൽ ജാവുലു ആ മെഹ്റാജ് മെഹ്റാജ് യാത്ര ചെയ്ത സമയത്തിൽ വലിയ വലിയ അത്ഭുതമല്ല കണ്ടെത്ത്. ആ അത്ഭുതം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ എടുത്ത തീരുമാനം എന്തിനെ കൊണ്ടുണ്ടാ ഈ അത്ഭുതമല്ല കാണുമ്പോൾ കൂടെ നിന്നിട്ട് ഇവിടെ നോക്കിയിട്ട് ഇതിലൊട്ട ടൈം വേസ്റ്റാക്കുന്നാണ് റെഡിയില്ല. നാണ് പോണ്ടത് യജമാനനായ റബ്ബുടെ മുട്ടായിട്ട് കിടി. എല്ലാ അത്ഭുതവും
എല്ലാ ബഹുമാനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാനെ കണ്ടൽ പിന്നെ ബറുമ്പായിട്ടിക്കിടി. അതുപോലെ നങ്ങ ഒരു പള്ളിക്ക് പറയുമ്പോൾ, ഒരു ഇമാമ ജമാഅത്തുക്ക് പറയുമ്പോൾ, ഒരു സലാത്തുക്ക് പറയുമ്പോൾ, നല്ല കാര്യത്തുക്ക് പോകുമ്പോൾ ഞങ്ങളെ നീയത്ത് അത് മാത്രമായിട്ടിക്കണോ. അതോടുകൂടെ അവിടെ അങ്ങാടിക്ക് പോണ്ടേ, ഇവിടെ മോരിൽ തയ്ക്കിടെ, ഇവിടെ ആചാരട്ട വിഷയാക്കിടെ. പക്ഷേ ഇത് നിന്റെ ഇബാദത്തിടെ ഒരു ആത്മാർത്ഥമല്ല. ഇത് ഞങ്ങൾ പ്രത്യേകമായി ഇനി പള്ളിയിൽ വന്നിച്ചിട്ട് അവൻ്റെ നോക്കിടെ, ഓൻ്റെ നോക്കിടെ, പിറക് നോക്കിടെ, എന്തിനേക്ക് ഞങ്ങൾക്ക് ഞങ്ങ വന്ന സൊറ എന്തിന് അതാക്കിയിട്ട് പോണ്ടേ അല്ലേ? അവൻ പിറകത്തോണി എന്തിനു വേണമെങ്കിൽ ആക്കട്ടെ, എവിടെ വേണം നോക്കട്ടെ, എണിച്ചിട്ട് ആറ് വേണമെങ്കിൽ എണിച്ചിട്ട് പോട്ട്. ഞങ്ങളെ ഇത് ഒരു ഇബാദത്തിൽ സട്ടപ്പായിട്ടിരിക്കട്ടെ. ഇത് ഞങ്ങളെ ജീവിതത്തിൽ എന്താക്കണോ, ഞങ്ങൾ പാലിക്കണോ. എവിടത്തോളം ചെന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണോ, മഹാനായ കോട്ടൂർ ഉസ്താദ്, അള്ളാഹു ദീർഘ ആയുസ്സും ആഫിയത്ത് അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. മഹാനായ കോട്ടൂർ ഉസ്താദ് എമ്മമാട് ചെല്ലുടെ ഒരു പക്കത്തേക്ക് ഒരു നിക്കാഹ് പോയപ്പോൾ അവിടെ നിക്കാഹെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്കു കോട്ടൂർ ഉസ്താദ് തൊട്ട ഒരാൾ ചെന്ന് ഉടമേ സൂഫി ഷഹീദിൻ്റെ മഖാമുണ്ട്, ഒന്ന് സിയാറത്തേക്ക് പോകാമല്ലേ ആലോചന കൊണു. അപ്പോൾ കോട്ടൂർ ഉസ്താദ് ചെന്തൂല, ഞാൻ അതൊക്കെ വന്നിരല്ല, ഞാനിവിടെ നിക്കാഹ് വന്നിരേ. അങ്ങനെ മഹാനവർകൾ മടങ്ങിപ്പോയി. ഒരാഴ്ചൻ്റെ രണ്ടാമത് സിയാറത്തിന് വന്ന്. കാരണം ഞാനൊരു മങ്ങിലത്ത് വന്നിട്ട് ഒരു സിയാറത്താക്കിടത് അതൊരു ബഹുമാനന്തോ അല്ല, അത്രത്തോളം അങ്ങനെ നീയത്തായിട്ടിരിക്കണം. മഹാനായ താജുൽ എന്നൊക്കെ അനുഭവം ഉണ്ട്. താജുൽ ഉലമ മുട്ട പേര് ചെല്ലല്ല ഇപ്പോൾ ഉണ്ടായ ഇളയാത്തിൽ ഒരാൾ പോയിട്ട് എന്താ വന്നത് കേട്ട്, എന്താടാ വന്നേ, ഞാൻ സിയാറത്തിന് വന്നിട്ടുണ്ടായി, അങ്ങനെ തങ്ങളെ പോടാ സിയാറത്താക്കി പോടാ, ഇവിടെ എന്തിനു വന്നിച്ചു. മനസ്സിലായില്ലേ? അപ്പം നമ്മളെ നീയത്ത് അത് മഹാന്മാരൊക്കെ അങ്ങനെയാണ്. നീയത്ത് എന്ത് അതുപോലെ ആക്കുക. ഇത് ഇടയിൽ വന്നിട്ട് ഒരു കെഞ്ചിട്ട് പോകണ്ടേ, അവനക്ക് ഒരു കഫ പണ്ട് ചിലപ്പോൾ ഫോൺ ബെർത്തേക്ക് പിടിച്ച് ഫോൺ എന്ത് ബണ്ടില്ലേ ബെർത്തേക്ക് ഫോൺ പിടിച്ച് അലോട്ടാക്കിക്കൊണ്ട് പോയിട്ട്, കാരണം അവനക്ക് ഗൊന്താവില്ലല്ലോ വന്നത്. ഇങ്ങനത്തെ കുറേ മാനസികാവസ്ഥ ആൾമാരെല്ലാം ഉള്ളാറ്. പക്ഷെ ഞാൻ ചെന്നുകൊണ്ടുള്ളത് ഞങ്ങൾ ഒരു സെറ്റപ്പ് ഒരു തെച്ചിട്ട് ഒരു ഈ രൂപത്തിൽ എവിടത്തോളം ചെന്നെങ്കിൽ പല്ലിക വന്നെങ്കിൽ തന്നാൽ ഞങ്ങളെ അദബും ബഹുമാനെല്ലാം പാലിക്കുക എന്നുള്ളത് ഞങ്ങളെ ഇബാദത്തിന് വലിയ ഭാഗമായിട്ട് അള്ളാഹു തആല ആ കൂട്ടത്തിൽ പെടുത്തി തെറുമാറാകട്ടെ. ഞങ്ങളെ ഉമ്മ പെങ്ങന്മാരെല്ലാം അള്ളാഹു സാലിഹ്യങ്ങളെ കൂട്ടത്തിൽ പെടുത്തി തെറുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചെന്നുകൊണ്ട് വേണ്ടത് റമളാൻ തിങ്കൾ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ആ റമളാൻ തിങ്കൾ ഞങ്ങളെടുത്ത ഇബാദത്തും ഞങ്ങളെടുത്ത എല്ലാ സൽക്കർമ്മ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി വേണ്ട നാല് ഞങ്ങളെ ആവേശ ഞങ്ങളെ സുഖം നിഅമത്തെല്ലാം കൂടിയിട്ടാകുമ്പോൾ ആ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകേണ്ട ഒരവസ്ഥ ഞങ്ങൾ ആരെ ജീവിതത്തിൽ ഉണ്ടാവുക തീര. കാരണം തരുന്നെങ്കിൽ യജമാനനായ റബ്ബ് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടണു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മാത്രം ഞങ്ങൾ ചേരും. അത് അല്ലാണ്ട് ഒരു അനാവശ്യമായി അറാമായ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെടാണ്ട് അള്ളാഹ് ഇഷ്ടപ്പെട്ട ആൽമാറായി തീരണു എന്നുള്ള ഒറ്റ ഉദ്ദേശം ഞങ്ങളെല്ലാവരുടെ കൽബിൽ വേണു. തീരെത്തരം ഞങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായിട്ട് ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുകയുള്ള യജമാനനായ റബ്ബ് മാത്രം നിൻ്റെ കാണ്ട് നിൻ്റെ ഇബാദത്തിൽ അല്ല മാത്രം സ്വീകരിക്കണേ എന്ന നിലക്ക് ആർഗാബേന്മായിട്ട് ആരോ നോക്കുകബേന്മായിട്ടുള്ള ഒരു ചിന്ത ഞങ്ങളെ കൽബിലിക്കാണ്ട് പ്രത്യേകമായിട്ട് അള്ളടെ മാത്രം ഓർത്തിട്ടു അതോടുകൂടെ നിങ്ങളുടെ വസിയത്ത് നല്ല ഈ പാതിര ജാവലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതിരെ ബഹുമാനവും മഹത്വം ചെന്നിട്ട് അള്ളാഹുടെ ഓർത്തൊരു കരയോഗുള്ള ഒരു അവസരം, ഒരു പുൽപ്പിടോകുള്ള ഒരു അവസരം ഞങ്ങളെ ജീവിതത്തിൽ ഒരു നാളിലെങ്കിലും ഒരു മിനിറ്റെങ്കിലും ഞങ്ങൾ കണ്ടെത്തണു. അതായിട്ട് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ. ഇനി ബുൽപ്പ് ബണ്ടില്ലേ ബുൽപ്പിട്ടങ്ങളെ പോലെ ബുൽപ്പ് വരാത്തോണ്ട് ബുൽപ്പിട്ടത് കൊന്തില്ലെങ്കിൽ ബുൽപ്പിട്ട് ബറാത്തോണ്ട് ബുൽപ്പിട്ടത് കൊന്തില്ലേ അത് കൊന്തില്ലേ ഒന്നുണ്ടല്ലേ ചില നിറങ്ങിയ പോലെ ആക്കിയിട്ട് ഒരു ബുൽപ്പ് ബണ്ടില്ലെങ്കിൽ ബുൽപ്പ് ബണ്ട പോലെ ആക്കിയിട്ടെങ്കിലും അള്ളടെ മുട്ട ഒരു താൽമ കാട്ട ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മഹാനായ ബേക്കള ഉസ്താദ് ഒരു നാൾ ഹജ്ജിക്ക് പോകുമ്പോൾ ഔത്തു വന്ന ടൈമലു നൻ്റെ ടോസിയത്ത് നക്ക് ദ്വാർക്കൊരു എന്തിക്ക് പെൺമായിട്ട് വന്നിട്ടുണ്ട് നക്ക് ബുൽപ്പ് ബണ്ടില്ലേ നക്ക് ബുൽപ്പ് ബണ്ടില്ല അവിടെ പോയിട്ട് ചെമ്മ ബുൽപ്പിടണോ അത് പെൺമായിട്ട് നിങ്ങൾ ദ്വാർക്കും. കാരണം അല്ല കൊടുത്ത ഒരു അടിമ ബുൽപ്പിട്ടത് ചെന്നത് അത് വലിയ ഇഷ്ടമായിട്ട് ഐനും ബഖത്ത് മിൻ ഖശിയത്തില്ല. രണ്ട് വിഭാഗം ആൾമാർക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കിട് നരക ഹറാമാക്കിയിട് ആറ് അതിൽപ്പെട്ട ഒന്നായിട്ടിക്കിട് അല്ലടെ ഓർത്തിട്ട് പുൽപ്പിട്ടങ്ങാം. അപ്പം അല്ലടെ ഓർത്തിട്ട് പുൽപ്പിട്ട ഒരു അവസ്ഥ ഞങ്ങളെല്ലാവരും കണ്ടെത്തണു. ഞങ്ങളെ ഉമ്മ പെങ്ങന്മാരൊട്ടടക്ക ചെല്ലത് ആ പാതിരാജാവ് പുൽപ്പിട്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിൻ്റെ മാപ്പിളയുടെ നിൻ്റെ മക്കളുടെ
എല്ലാ പ്രവർത്തന വിജയിക്കുക വലിയ ഒരു കാരണമായിത്തീര്. കാരണം ഉമ്മമാരുടെ ദുആ, പെങ്ങന്മാരുടെ ദുആ, ആ ദുഃഖ അള്ളാഹു കബൂല് ചെയ്ത്. അതുകൊണ്ട് എൻ്റെ ഉമ്മ പെങ്ങന്മാരോട്ട് ചെല്ലത് ജാവുക ഒരു തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒരു നേരെങ്കിലും ഇൻഷാ അല്ലാഹ് ഒരു മിനിറ്റെങ്കിലും റബ്ബിടെ ഓർത്ത് ബുൽപ്പിടണു. അള്ളാഹു സുബ്ഹാനഹു തആല ആ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും പെടുത്തി തെരുമാറാകട്ടെ. എവിടത്തോളം ചെന്നെങ്കിൽ ബുൽപ്പു ചെമ്മൻ അമ്മത്തിൽ ബുൽപ്പുണ്ടു അല്ലേ, ഒന്നു സങ്കടത്തിൽ ബുൽപ്പു, ബേജാറിൻ്റെ ബുൽപ്പു. അതെങ്ങനെ മറിച്ചെങ്കിൽ ഞങ്ങൾ ബുൽപ്പിട്ട, അല്ലെങ്കിൽ ഞങ്ങളെ മോണ് സൗദിക്ക് പോകുമ്പോഴത്തേക്ക് ബുൽപ്പിട്ട് അല്ലേ, അതൊരു ബേജാറിൻ്റെ ബുൽപ്പു. പിന്നൊരു ബുൽപ്പുണ്ട് എന്തിര്, മോണ് സൗദിരെ വന്നിട്ടാകുമ്പോൾ ഉമ്മ കെട്ടി പിടിച്ചിട്ടൊന്ന് ബുൽപ്പിട്ടു. അതിൻ്റെ അർത്ഥം എന്തിര്, സൗദിയിൽ വന്നതായില്ല ഏട്ടാ, തല അർത്ഥമില്ലേ? അപ്പം അതൊരു സന്തോഷം. അപ്പം ബുൽപ്പല്ല ചെമ്മൻ അമ്മത്തുണ്ട്. നങ്ങനെ ബുൽപ്പോ വഅൈനുംബഖത്ത് മിൻ ഖശിയത്തില്ലാ. പടച്ചോനെ നിന്റെ നരക നാണ് കബറിൽ കിടക്കൊണ്ടു, നക്ക് മഹ്ശറ ഉണ്ടു, നക്ക് മീസാനുണ്ടു. ഇതെല്ലാം ഓർത്തിട്ട് ബുൽപ്പിട്ട ഒരു അനുയായികളിൽ ഞങ്ങൾ പെടണു. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഞങ്ങളെല്ലാ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك ونتوجه إليك بحبيبك المصطفى عندك يا حبيبنا يا سيدنا محمد يا رسول الله. إنا نتوسل بك إلى ربك فاشفع لنا عند المولى العظيم يا نعم الرسول الطاهر المطهر. اللهم شفيه فينا بجاه عندك أرحم الراحمين يا ملك الجبار يا യജമാനനായ രാജസയ്യദായ അല്ലാഹ്, ഞങ്ങൾ പാപങ്ങളാണ്, സാധുക്കളാണ്, വിവരമില്ലാത്തവരാണ്, ജാഹിലീങ്ങളാണ്, തമ്മാടികളാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. അല്ലാഹ്, പാപങ്ങളായ ഞങ്ങൾ ഈ ബഹുമാനമുള്ള രാത്രിയിൽ, ഈ ബഹുമാനമുള്ള സ്ഥലത്ത് നിന്റെ മുത്തു റസൂലുള്ളാഹി തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് നിന്നിലേക്ക് ഞങ്ങൾ കൈ ഉയർത്തുന്നു. അല്ലാ, നീ ഞങ്ങളെ ആട്ടിക്കളയല്ല അല്ലാ, നീ ഞങ്ങളെ ഹായിബാക്കല്ല അല്ലാ, നീ ഞങ്ങളെ കുടുക്കിക്കളയല്ല അല്ലാ, നീ ഞങ്ങളെ പരീക്ഷിച്ച് കളയല്ല അല്ലാ. അല്ലാ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണമല്ലാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമല്ലാ, നീ ഞങ്ങളെ കൽബ് നന്നാക്കണമല്ലാ, നല്ല കാര്യത്തിനോട് ഞങ്ങൾക്ക് ആവേശം നൽകണമല്ലാ, നിന്റെ ദിക്റിനോട് ഞങ്ങൾക്ക് ആവേശം നൽകണമല്ലാ, നിന്റെ ഇബാദത്തിനോട് ഞങ്ങൾക്ക് ആവേശം നൽകണമല്ലാ. അല്ലാ, മടിയന്മാരിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഒരുപാട് വിഷമമുള്ളവർ ഉണ്ട്, ബേജാറിലുള്ളവർ ഉണ്ട്, സങ്കടത്തിലുള്ളവർ ഉണ്ട്, ദ്വാരക്കാൻ വസിയത്ത് ചെയ്തവർ ഉണ്ട്, സംഭാവനകൾ തന്നവരുണ്ട്. അല്ലാ, ഈ പള്ളി പരിസരത്ത് നടക്കുന്ന കാര്യക്രമ നല്ല കാര്യത്തിന് സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. യാ അല്ലാ, നമ്മളെ നാട്ടിൽ ഉമ്മ പെങ്ങന്മാരുണ്ട്, മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം ഏറ്റെടുത്തവരുണ്ട്. അങ്ങനെ ധാരോളം നല്ല നല്ല ഖൈറാത്തിന് വേണ്ടി മുമ്പിൽ പോകുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മളെ നാട്ടിൽ, നമ്മളെ ജമാഅത്തിൽ. അല്ലാ, അവരെയും ഞങ്ങളെയും നീ കഷ്ടത്തിലേക്കല്ല അല്ലാ, ഞെരുക്കത്തിലേക്കല്ല അല്ലാ, കൈകാട്ടി ഇറക്കുന്ന ജീവിതം നീ നൽകല്ല അല്ലാ, ഫക്കീർ തരത്തിലേക്കല്ല അല്ലാ, ഞങ്ങളെ ഭാര്യ മക്കൾ മറ്റൊരു തന്നെ ഭാരമാക്കല്ല അല്ലാ. അല്ലാ, ഞങ്ങളെ മുമ്പിൽ ഞങ്ങളെ കുഞ്ഞുങ്ങളെ അപകടത്തിലോ മരണത്തിലോ നീ പെടുത്തല്ല അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ മക്കളെ മയ്യത്ത് ഞങ്ങളെ കുഞ്ചിൽ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു നിലപാട് ബാപ്പന്മാരായ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. യാ അല്ലാ, ഞങ്ങളെ മയ്യത്ത് അവരെ കുഞ്ചിയിൽ ചുമന്നുകൊണ്ട് നല്ല നിലക്ക് കൊണ്ടുപോകുന്ന മക്കളിൽ നീ ഞങ്ങളെ പെടുത്തണമല്ലാ. അർഹമുർ റഹീമീനായ അല്ലാഹ്, റബ്ബേ, മക്കളില്ലാത്തവരുണ്ട്, ഖൈറായ മക്കൾ നീ നൽകണമല്ലാ. ഇരിക്കാൻ വീടില്ലാത്തവരുണ്ട് റബ്ബേ. ഇന്ന് രാവിലെ ഞാൻ മണിപ്പാളത്ത് പോയപ്പോൾ ഒരു വ്യക്തി കരഞ്ഞുകൊണ്ട് എന്നോട് ദുആരിക്കാൻ വസിയത്ത് ചെയ്തു.
തങ്ങളെ എനിക്ക് 10-12 മക്കളുണ്ട്, ഇരിക്കാൻ ഒരു നല്ല വീടില്ല. ഇങ്ങനെ ഒരുപാട് വ്യക്തികൾ വാടക വീടുകളിലും അതുപോലെ തന്നെ സ്വന്തം വീടില്ലാതെ കഴിഞ്ഞു പോകുന്നവരുണ്ട്. അല്ലാ, നീ ഖൈറായ വീട് നീ നൽകണമല്ലോ. അവരുടെ ഭാര്യ മക്കൾക്ക് മറ്റൊരുത്തൻ്റെ വീട് കണ്ട് എൻ്റെ ബാപ്പക്ക് വീടില്ലല്ലോ, എൻ്റെ പുതിയാപ്പളക്ക് വീടില്ലല്ലോ എന്ന നിലക്കുള്ള ഒരവസ്ഥ ആ കുടുംബത്തിന് നീ നൽകല്ലോ അല്ലാ. അർഹമുർറാഹിമീനായ അല്ലാ, ഞങ്ങളെ ജോലികൾ, ഞങ്ങളെ കച്ചവടങ്ങൾ, ഞങ്ങളെ ഏർപ്പാടുകൾ നീ ബർക്കത്ത് നൽകണമല്ലോ. ബർക്കത്തുള്ള സമ്പത്ത് നൽകണമല്ലോ, ബർക്കത്തുള്ള മക്കൾ നൽകണമല്ലോ, ബർക്കത്തുള്ള വീട് നൽകണമല്ലോ, ബർക്കത്തുള്ള സംസാരം നൽകണമല്ലോ, ബർക്കത്തുള്ള കോടതി നൽകണമല്ലോ. അർഹമുർറാഹിമീനായ അല്ലാ, പടച്ചവനെ ഒരുപാട് രോഗമുള്ളവരുണ്ട്, ദ്വാരക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്, ഞങ്ങളെ കൈപിടിച്ച് കരഞ്ഞവരുണ്ട്, ഞങ്ങളെ കൊണ്ട് മന്ത്രിപ്പിച്ചവരുണ്ട്, സലാത്തിന് നേർച്ച വെച്ചവരുണ്ട്. അല്ലാ, നീ ശിഫ നൽകണമല്ലോ, മാറ്റിക്കൊടുക്കണമല്ലോ. എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫ നൽകണമല്ലോ. മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ നമ്മളെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ എടുത്തു കളയണമല്ലോ, നീ മാറ്റിക്കളയണമല്ലോ. അല്ലാ, കെട്ടിച്ചു കൊടുക്കാൻ പെൺകുട്ടികളുള്ളവരുണ്ട്, പെങ്ങന്മാരുള്ളവരുണ്ട്. റബ്ബേ, സ്വർണത്തിൻ്റെയും പല നിലക്കുള്ള സാധനത്തിൻ്റെയൊക്കെ റേറ്റ് മനസ്സിലാക്കുമ്പോൾ എത്രയോ ബാപ്പന്മാർ എൻ്റെ മോളെ എങ്ങനെ കെട്ടിച്ചു കൊടുക്കുമെന്നുള്ള വെപ്രാളത്തിലുള്ളവരുണ്ട്. അല്ലാ, മാലിക്കുൽ മുലൂക്കായ അല്ലാ, ഖൈറായ വരയണയ നീ നൽകണമല്ലോ, ഖൈറായ ജോഡി നീ നൽകണമല്ലോ. അവർക്കതിനുള്ള എല്ലാ വ്യവസ്ഥ നീ നൽകി കൊടുക്കണമല്ലോ. അർഹമുർറാഹിമീനായ അല്ലാ, പടച്ചവനെ, ഉംറക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചവരുണ്ട്. നമ്മൾ നിന്ന് പലരും ദുആർക്കാൻ വേണ്ടി വസിയത്ത് ചെയ്ത് യാത്ര പോയവരുണ്ട്, ദുആർക്കാൻ സംഭാവന തന്നവരുണ്ട്. അവരെ യാത്ര നീ നന്നാക്കണമല്ലോ, ഖൈറിലാക്കണമല്ലോ. പോയവർക്കൊക്കെ നമ്മുടെ ഓർമ്മ ഇട്ട് കൊടുക്കണമല്ലോ, അവരുടെ ഇബാദത്ത് നീ സ്വീകരിക്കണമല്ലോ. അർഹമുർറാഹിമീനായ അല്ലാ, പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണമല്ലോ. ഞങ്ങളെ സ്ഥാപനങ്ങൾ, നമ്മളെ ഖിദ്മത്തുകൾ, നമ്മളെ വഅദ് പ്രസംഗ ഉപദേശങ്ങളെല്ലാം നീ ഖബൂൽ ചെയ്യണമല്ലോ. അർഹമുർറാഹിമീനായ അല്ലാഹ്, പടച്ചവനെ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണമല്ലോ. പടച്ചവനെ, ഞങ്ങളെ മക്കളെ പെണ്ണ് പിടിയന്മാരാക്കല്ല അല്ലാ, കള്ളു പിടിയന്മാരാക്കല്ല അല്ലാ, ആലിമീങ്ങളെയും സാദാത്തുക്കളെ ഗീബത്ത് പറയുന്ന മക്കളാക്കല്ല അല്ലാ. യാ അല്ലാ, ഞങ്ങളെ മക്കളെ കൊണ്ട് നല്ലത് കേൾപ്പിക്കണമല്ലോ. അർഹമുർറാഹിമീനായ അല്ലാ, പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഞങ്ങളെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിതന്മാർ, ഈ പള്ളി പരിസരത്ത് മരിച്ചു കിടന്നവർ, അല്ലാ, നമ്മളോട് പലരും ദുആർക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവരിൽ പലരും, അല്ലാ, അവരെല്ലാവരുടെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണമല്ലാ, സന്തോഷത്തിലാക്കണമല്ലാ, സ്വർഗത്തിൻ്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണമല്ലാ. അവരെയും ഞങ്ങളെയും ജന്നത്തുൻ നഈമിൽ നീ ഒരുമിച്ച് കൂട്ടണമല്ലാ. മുസ്ലിമീങ്ങളെ നീ ഇസ്സത്തിലാക്കണമല്ലാ, മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണമല്ലാ, മുസ്ലിമീങ്ങൾക്ക് നീ അഭിമാനം നൽകണമല്ലാ. അല്ലാ, ലോകമാകമുള്ള മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണമല്ലോ. അല്ലാ, ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നിന്റെ ഇസ്ലാം മതം ഞങ്ങൾ അംഗീകരിച്ചവരാണ്. പല ഭാഗത്തും പല ദേശത്തുമുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ ആ ഇസ്ലാമിൻ്റെ പേരിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റഹ്മാനെ, ഞങ്ങൾക്ക് അവരോട് എതിർക്കാനുള്ള ശക്തിയില്ല. നിന്നോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലാ, അവരെ നിർവന്തല നിന്റെ കയ്യിലാണല്ലോ. അവരെ ഒതുക്കി അമർത്തണമല്ലോ, അവരെ ശക്തികളെ നീ പൊളിക്കണമല്ലോ, അവിടെ ഗൂഢാലോചനകളെ നീ പൊളിക്കണമല്ലോ, അവരെ തന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണമല്ലോ. റബ്ബേ, അവരിലേക്ക് നിന്റെ അദാബ് ഇറക്കണമല്ലോ. അർഹമുർറാഹിമീനായ അല്ലാഹ്,
ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണമല്ലോ. ഞങ്ങളെ മരണം നല്ല മരണമാക്കണമല്ലോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه.